എല്ലാവർക്കും ലണ്ടൻ വിശേഷത്തിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ജൂലൈ 4 ഇവിടെ UK എലക്ഷൻ ആണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ പ്രസിഡന്റ് പ്രധാനമന്ത്രിനെയൊക്കെ കണ്ടുപിടിക്കാനുള്ള എലക്ഷൻ ഉണ്ടല്ലോ, മെമ്പർ ഓഫ് പാർലമെന്റിലേക്കുള്ള എലക്ഷൻ. അപ്പൊ ആ എലക്ഷന് എനിക്ക് വോട്ടുണ്ട്. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സർപ്രൈസ് തന്നെയായിരുന്നു അത്. അപ്പൊ എനിക്ക് എങ്ങനെ വോട്ട് ചെയ്യാൻ പറ്റും, അതുപോലെ തന്നെ നമ്മളിവിടെ പുതുതായിട്ട് വന്ന ഒരാളാണ്, അവർക്ക് മെമ്പർ ഓഫ് പാർലമെന്റ് ഈ രാജ്യത്തിന്റെ ഭരണത്തിനെ കൺട്രോൾ ചെയ്യുന്ന ആ ഒരു ഇലക്ഷനിലേക്ക് നമുക്ക് വോട്ട് ചെയ്യാൻ പറ്റുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരു നാച്ചുറൽ ആയിട്ട് എനിക്ക് തോന്നുന്നില്ല. ബിക്കോസ് ഇവിടെ അത് നാച്ചുറൽ ആണ്, പക്ഷെ നമ്മുടെ നാട്ടിൽ അങ്ങനെയൊക്കെ പറ്റുമോ? വേറെ ഒരു രാജ്യത്ത് നിന്ന് വന്ന് അവർക്ക് പൗരത്വം ഒന്നും ലഭിക്കുന്നതിന് മുമ്പ് തന്നെ ആ രാജ്യത്ത് നിന്ന് അവിടുത്തെ മെയിൻ ഇലക്ഷനിൽ പങ്കെടുക്കാൻ പറ്റുക എന്ന് പറയുന്നത്. ഇനി എന്തായാലും ഇന്നത്തെ ലണ്ടൻ വിശേഷങ്ങൾ അതിനെ കുറിച്ചിട്ടാണ്. ഇലക്ഷന്റെ ക്യാമ്പയിനിങ്ങും ഇലക്ഷൻ എങ്ങനെയൊക്കെ ആയിരിക്കും എന്നുള്ളതിനെ കുറിച്ചിട്ട് ചെറിയൊരു ബ്രീഫിംഗ് ആണ് ഇന്നത്തെ വിശേഷങ്ങൾ. അപ്പോൾ എല്ലാവർക്കും വെൽക്കം. അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം, ഇപ്പോൾ UK ഭരിച്ചുകൊണ്ടിരിക്കുന്നത് കൺസർവേറ്റീവ് എന്ന് പറഞ്ഞിട്ടൊരു പാർട്ടിയാണ്. ആ കൺസർവേറ്റീവ്സിന്റെ നേതാവായിട്ടുള്ള ഋഷി സുനക് എന്ന് പറഞ്ഞിട്ടുള്ള ആളാണ് ഇപ്പോഴത്തെ ആയിരുന്നു. അദ്ദേഹം രാജിവെച്ചതിന് ശേഷമാണ് ഇലക്ഷൻ ഡിക്ലെയർ ചെയ്തത്. അപ്പോൾ ഒരുപക്ഷെ അവർ തന്നെ ജയിക്കുകയാണെങ്കിൽ അദ്ദേഹം തന്നെ രണ്ടാമതും വരാൻ ചാൻസ് ഉണ്ട്. ഇല്ല, അദ്ദേഹം തോക്കുവാണെങ്കിൽ വേറെ ഏത് പാർട്ടിയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പാർട്ടിയിൽ നിന്നുള്ള ലീഡർമാരാണ് ഇതായിട്ട് വരിക, എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ. അപ്പോൾ ഇപ്പോൾ ഈ സീസണിൽ എന്ന് വെച്ചാൽ ഇപ്പോൾ ഓടിക്കൊണ്ടിരിക്കുന്ന പ്രസന്റ് സെറ്റപ്പ് വെച്ചിട്ട് ഈ കൺസർവേറ്റീവ് പാർട്ടികൾ തോൽക്കും എന്നാണ് എക്സിറ്റ് പോൾ പോലെയുള്ള അങ്ങനെയുള്ള ഡിബേറ്റുകളിൽ നിന്നും ഒക്കെ അറിയാൻ പറ്റണത്. ഏകദേശം 75% ലേബർ എന്ന് പറഞ്ഞ പാർട്ടിക്കാണ് വിജയ ശതമാനം ഉള്ളത് കേട്ടോ. ഇനി മറിഞ്ഞുകൂടായികയില്ല, നാളെയാണ് ഇലക്ഷൻ. അപ്പോൾ നാളെ ഇലക്ഷന് മുമ്പ് ഇന്ന് നടക്കുന്ന കുറെ കലാശക്കൊട്ടുകളും കുറെ പ്രചരണങ്ങളും തോരണങ്ങളും തമ്മിത്തല്ലും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇന്ന് ഇപ്പം നമ്മൾ തിരിച്ച് യാത്ര ചെയ്ത് നമ്മുടെ ടൗൺ സെന്ററൊക്കെ ഒന്ന് കണ്ട് ആസ്വദിച്ച് പോവാന്ന് കരുതിയിട്ടാണ് ഇന്നിപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത് കേട്ടോ. ഞങ്ങൾ വന്നിട്ട് UK വന്നിട്ട് ഏകദേശം 17 മാസമൊക്കെ ആവുന്നുള്ളൂ. ഈ 17 മാസമായിട്ട് നമുക്ക് ബ്രിട്ടീഷിന്റെ പൗരത്വം ഒന്നും കിട്ടിയിട്ടൊന്നുമില്ല. അതുപോലെ തന്നെ നമുക്കിവിടെ PR എന്ന് പറയുമല്ലോ, നമ്മൾ ഓസ്ട്രേലിയ ന്യൂസിലാൻഡിലോട്ടൊക്കെ പോകുമ്പോൾ PR എന്ന് പറയാറുണ്ട്, പെർമനന്റ് റെസിഡൻസ്. ഇവിടെ ILR എന്നൊക്കെ പറയണമെന്ന് തോന്നുന്നു. അപ്പോൾ അതിനെക്കുറിച്ചൊന്നും നമ്മൾ പഠിക്കുന്ന ഒരു സ്റ്റേജ് എത്തിയിട്ടില്ല, കാരണം നമ്മൾ ജസ്റ്റ് ഇവിടെ ലാൻഡ് ചെയ്തിട്ടില്ലേ ഉള്ളൂ. അപ്പോൾ ഈ സമയത്ത് നമുക്ക് ഇവിടുത്തെ പാർലമെന്റിലേക്കുള്ള ഇലക്ഷൻ വോട്ട് ചെയ്യാൻ പറ്റുമോ എന്നുള്ള കാര്യത്തെക്കുറിച്ച് അറിയില്ലായിരുന്നു. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മൾ പഞ്ചായത്ത് ഇലക്ഷനിൽ നമ്മൾ വോട്ടേഴ്സ് ലിസ്റ്റിൽ ഓൾറെഡി പേര് രജിസ്റ്റർ ചെയ്തു. വോട്ടേഴ്സ് ലിസ്റ്റിൽ പേര് രജിസ്റ്റർ ചെയ്യാനായിട്ട് വേറെ ഒന്നുമില്ല, നമ്മുടെ ഇവിടുത്തെ ഒരു ഐഡന്റിറ്റി കാർഡ് ഉണ്ട്, BRP കാർഡ് എന്ന് പറഞ്ഞാൽ. ആ കാർഡ് നമ്പറും NI നമ്പർ എന്ന് പറഞ്ഞൊരു നമ്പർ ഉണ്ട്, നാഷണൽ ഇൻഷുറൻസ് നമ്പർ. ഈ രണ്ട് നമ്മുടെ ആരോഗ്യപരമായിട്ടുള്ള കാര്യങ്ങളെല്ലാം ഈ NI നമ്പർ റിലേറ്റഡ് ആണ്. ടാക്സ് റിലേറ്റഡ് ആയിട്ടുള്ള നമ്പറുകളും കാര്യങ്ങളൊക്കെ വരുന്നത് ഈ NI ആണ്. ഈ NI നമ്പർ ഉണ്ടെങ്കിൽ അത് ഒരു പ്രധാനമായിട്ടുള്ള ഒരു നമ്പർ കേട്ടോ നമുക്ക് ഈ ഇങ്ങനെയുള്ള രാജ്യങ്ങളിലൊക്കെ. നമ്മുടെ നാട്ടിൽ ആധാർ കാർഡ് പറയുന്ന പോലെ വേണമെങ്കിൽ അങ്ങനെ കരുതാം. പക്ഷെ ഈ ഒരു നമ്പർ ഉണ്ടെങ്കിൽ നമുക്ക് ഒരുമാതിരി എല്ലാ ഡീറ്റെയിൽസും അവർക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റും. നമ്മൾ ഇന്നിവിടെ വന്നു, എത്ര നാളായി, എങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും അവർക്ക് കിട്ടും. അപ്പോൾ ഈ രാജ്യത്തുള്ള പൗരന്മാർക്ക് എല്ലാവർക്കും ഈ ഒരു സംഭവം ഉണ്ട് കേട്ടോ. അപ്പൊ ഞാൻ പറഞ്ഞു വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ 2 നമ്പറും കൊടുത്ത് ഓൺലൈനിൽ നമ്മൾ ജസ്റ്റ് കയറുന്നു. ഗവൺമെന്റ് ഓഫ് UK എന്ന് പറഞ്ഞിട്ട് ഇലക്ഷനിൽ നമ്മുടെ പേര് രജിസ്റ്റർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ലിങ്ക് ഉണ്ട്. ആ ലിങ്കിൽ ജസ്റ്റ് അടിക്കുന്നു, നമ്മുടെ അഡ്രസ്സ് ഇത്ര നമ്പർ അഡ്രസ്സ് സെലക്ട് ചെയ്യുമ്പോഴേക്കും ഫുൾ അഡ്രസ്സ് അവിടെ ഡീഫോൾട്ട് ആയിട്ട് വരുന്നു. നമ്മുടെ പേര് പ്രോപ്പറായിട്ട് സ്പെല്ലിംഗ് എല്ലാം നമ്മൾ ചെക്ക് ചെയ്യുന്നു. അതിനുശേഷം നമ്മൾ സബ്മിഷൻ കൊടുത്തു കഴിഞ്ഞാൽ പിറ്റേ ദിവസം ഒരു 2 ദിവസത്തിനുള്ളിൽ നമുക്കൊരു കൺഫർമേഷൻ മെസ്സേജ് വരും. കഴിഞ്ഞു, നമുക്ക് വോട്ടേഴ്സ് ലിസ്റ്റിൽ പേര് ചേർത്ത് കഴിഞ്ഞു നമ്മുടെ. അപ്പോൾ അങ്ങനെ കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് ഇലക്ഷന് വേണ്ടിയിട്ട് അവിടെ നിന്നൊരു സ്ലിപ്പ്, നമുക്ക് ഈ പോളിംഗ് ബൂത്തിലേക്ക് കൊണ്ടുപോകേണ്ട ഒരു സ്ലിപ്പ് പോസ്റ്റലായിട്ട് നമുക്ക് കഴിഞ്ഞ ദിവസം വന്നു. പഞ്ചായത്ത് ഇലക്ഷൻ വോട്ട് ചെയ്തതാണ്, അതുകൊണ്ട് ഓൾറെഡി പേര് നമ്മൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ മെമ്പർ ഓഫ് പാർലമെന്റിലേക്കുള്ള ഇലക്ഷൻ വോട്ട് ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യം അറിയാൻ പാടില്ലായിരുന്നു. അപ്പോൾ നമ്മളിവിടെ UK വന്ന ഒരു മനുഷ്യന് ഈ BRP കാർഡ് വെച്ചിട്ട്, ബ്രിട്ടീഷ് റെസിഡൻസ് പെർമിറ്റ് എന്ന് പറഞ്ഞ കാർഡ് വെച്ചിട്ട് നമുക്ക് മെമ്പർ ഓഫ് പാർലമെന്റിലേക്ക് വോട്ട് ചെയ്യാൻ പറ്റുമെന്ന് ഞാനിങ്ങനെ നമ്മുടെ നാട്ടിലുള്ള ഒരു സുഹൃത്തിന്റെ അടുത്ത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ പുള്ളിക്കാരൻ പറഞ്ഞു, എടാ അതെങ്ങനെ പറ്റുക നിങ്ങൾക്ക് വോട്ട് ചെയ്യാനായിട്ട്, നിങ്ങൾക്ക് അവിടുത്തെ BR കിട്ടിയിട്ടുണ്ടോ? എന്താണെന്ന് എനിക്കറിയില്ല. അപ്പൊ അത് കഴിഞ്ഞിട്ട് ഞാൻ ഗൂഗിളിൽ പോയി നോക്കി, നമുക്ക് ഇവിടെ എന്തെല്ലാം ഡോക്യുമെന്റ്സ് ഉള്ളവർക്ക് വോട്ട് ചെയ്യാൻ പറ്റും എന്ന് പറയുമ്പോൾ BRP കാർഡ് ഉള്ളവർക്ക് ചെയ്യാൻ പറ്റും. കാരണം നമ്മൾ ഈ രാജ്യത്ത് ജീവിക്കുന്ന ഒരു പൗരനായിട്ടാണ് അവർ നമ്മളെ കൺസിഡർ ചെയ്യണത്. നമുക്ക് ഒരു കാര്യത്തിന് നമുക്കൊരു എന്താ പറയണേ, നീ ഒരു വരത്തനാണെന്നുള്ള രീതിയിൽ മാറ്റി നിർത്താനോ, അല്ലെങ്കിൽ നമുക്കൊരു സർവീസ് പോലും ഫസ്റ്റ് കം ഫസ്റ്റ് സെർവ്, ക്യൂവിൽ ആര് ഫസ്റ്റ് വന്നോ ആ വ്യക്തിക്ക് ഫസ്റ്റ് സർവീസ് കിട്ടിയിരിക്കും. ആ സർവീസ് എല്ലാം ഈക്വൽ ആണ്. അപ്പോൾ
അങ്ങനെ ഒരു സംഭവം ഉണ്ട്. അപ്പൊ അത് നമ്മുടെ നാട്ടില് അങ്ങനെ ഒരു സംഭവം കാണാറില്ല. കാരണം ഫസ്റ്റ് കം ആണെങ്കിൽ പോലും വേറെ ആരെങ്കിലും നേതാക്കന്മാരുടെ ആരെങ്കിലും സിൽബന്തികളോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു പക്ഷേ ആ സർവീസിന്റെ വഴി മാറി പോകാറുണ്ട്. അങ്ങനെ ഒരു സംഭവം ഇവിടെ നമുക്ക് ഫീൽ ചെയ്തിട്ടില്ല. ഞാൻ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പോ ഈ 16 മാസം കഴിഞ്ഞ ആ സമയത്ത് പോലും നമുക്ക് ഇവിടുത്തെ വോട്ട് ചെയ്യാൻ സാധിച്ചു, അല്ലെങ്കിൽ നാളെ സാധിക്കും എന്നുള്ളതാണ്. ഒരു പഞ്ചായത്ത് ഇലക്ഷൻ ഞാൻ ചെയ്തായിരുന്നു. ഇനിയിപ്പോ എനിക്കും വൈഫിനും ഉണ്ട്. ഇപ്പോഴത്തെ കണ്ടീഷനിൽ നമുക്ക് വോട്ടുണ്ട്. ഞങ്ങൾക്ക് നാളെ രാവിലെ പോയിട്ട് വോട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കണ്ടീഷൻ ആട്ടോ. അപ്പോൾ ഈ നാളെയാണ് ഇലക്ഷൻ ഉള്ളത്, ജൂലൈ 4-ാം തീയതി. ഇന്നിപ്പോ ജൂലൈ 3-ാം തീയതിയാണ്. നമുക്കിവിടെ പോലത്തെ ഒരു സാധനമാണ് ഈ എയർപോർട്ടിലൊക്കെ നമ്മൾ പ്ലക്കാർഡ് പിടിച്ച് ഇങ്ങനെ ആളുകളെ ഡ്രൈവർമാർ നിൽക്കാറുണ്ടല്ലോ, അതുപോലത്തെ ഉള്ള ഒരു പ്ലക്കാർഡ് മാത്രമേ കണ്ടിട്ടുള്ളൂ പോസ്റ്ററായിട്ട്, കൊടിയും തോരണായിട്ട്. അപ്പൊ ഇന്നിനിപ്പോ നമുക്ക് പോണ വഴിക്ക് കലാശക്കൊട്ട എങ്ങനെയൊക്കെ ഉണ്ടെന്ന് നോക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് വീണ്ടും സംസാരിക്കാം. അപ്പൊ പോകുന്ന വഴിയിൽ തോരണങ്ങള് കൺസർവേറ്റീവ് പാർട്ടിയുടെ ലേബർ പാർട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചുവപ്പ് കളറാട്ടോ. അപ്പൊ നമ്മുടെ നാട്ടിൽ കമ്മ്യൂണിസ്റ്റുകാരൊക്കെയാണ് ചുവപ്പ് പാർട്ടി ഉപയോഗിക്കുന്നത്. ഇവിടുത്തെ ലേബർ പാർട്ടി ചുവപ്പ് കളറാണ് അവരുടെ ലേബലിലൊക്കെ വരുന്നത്. അപ്പോ നമ്മളിവിടുത്തെ ഗവൺമെന്റ് ആശുപത്രിയുടെ പാർക്കിങ്ങിൽ നിന്ന് നമ്മൾ വണ്ടി എടുത്ത് ഇറങ്ങും കേട്ടോ. അപ്പൊ ഇത് നമ്മുടെ പാർക്കിംഗ് സ്പേസ് ആണ്. ഗവൺമെന്റ് ആശുപത്രിയാണ്. ഗവൺമെന്റ് ആശുപത്രിക്ക് ചുറ്റും പുറം ഉള്ള ഏരിയകളിൽ എന്തെങ്കിലും തോരണങ്ങളോ കൊടിയോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോന്ന് നോക്കിക്കോളുക. അപ്പൊ നാളെ ഇലക്ഷൻ നടക്കുന്ന സ്ഥലത്ത് റോഡിൽ ഇത്രയധികം ബ്ലോക്ക് ഒക്കെ ഉണ്ടാവണമെങ്കിൽ നമ്മൾ എന്താ കരുതുക? ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കലാശക്കൊട്ടിന്റെ ആഫ്റ്റർ എഫക്റ്റ് ആയിട്ട് ഉണ്ടാവുന്ന ഒരു ബ്ലോക്ക് ആണെന്നല്ലേ കരുതുക. ഇത് അതല്ല. നമുക്കടെ ഇവിടുത്തെ സ്കൂള് വിട്ടിട്ടുണ്ട്. ആ സ്കൂള് വിട്ട് കഴിഞ്ഞപ്പോൾ സ്കൂളിന്റെ ഫ്രണ്ടിൽ ഉണ്ടാകുന്ന ഒരു ജാമ കൊണ്ടുണ്ടാകുന്ന ബ്ലോക്കാണ് ഈ കാണുന്നത്. ഇവിടത്തെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ബ്ലോക്ക് ഉള്ളപ്പോഴാണെങ്കിലും ബ്ലോക്ക് ഇല്ലാത്തപ്പോഴാണെങ്കിലും നമ്മൾ 2 സെക്കൻഡ് ഗ്യാപ്പ്, 4 സെക്കൻഡ് ഗ്യാപ്പ്, 10 സെക്കൻഡ് ഗ്യാപ്പ് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് എപ്പോഴും നമ്മൾ ശ്രദ്ധിച്ചോളണം. ഇങ്ങനെ ഗ്യാപ്പ് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടുള്ള ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആക്സിഡന്റ് ഉണ്ടാവാനുള്ള ചാൻസ് വളരെ കുറവാണ്. കാരണം നമ്മൾ ഒരിക്കലും പുറകിൽ നിന്ന് ഒരു വണ്ടി കൊണ്ടുപോയി അടുത്ത വണ്ടിനെ കൊണ്ടുവന്ന് ഇടിക്കില്ല. നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും, ഒരു ഗവൺമെന്റ് ആശുപത്രിയുടെ ചുറ്റും പുറവും സറൗണ്ടിങ്സ് ആണ് ഈ കാണുന്നത്. നമ്മളിപ്പോ ചെല്ലാൻ പോകുന്നത് ഞങ്ങളുടെ ഇവിടുത്തെ റെയിൽവേ സ്റ്റേഷൻ ആട്ടോ. ഈ വലത് സൈഡിൽ കാണുന്നത് റെയിൽവേ സ്റ്റേഷന്റെ സിഗ്നലിലോ അല്ലെങ്കിൽ റെയിൽവേ സ്റ്റേഷന്റെ പരിസരത്തോ ഒരു പാർട്ടിയുടെയോ ഒരു വിഭാഗത്തിന്റെയോ ഒരു കൊടിയോ തോരണോ ഒന്നുമില്ല കേട്ടോ. റോട്ടിൽ എങ്ങനെയുള്ള ഒരു സാധനങ്ങളും ഇതുവരെ കാണാനില്ല. നിങ്ങൾ ഇന്ന പാർട്ടിക്ക് വോട്ട് ചെയ്യണമെന്നോ അല്ലെങ്കിൽ ഇന്ന പാർട്ടിക്ക് വോട്ട് ചെയ്യണ്ടെന്നോ അല്ലെങ്കിൽ അവരുടെ പോസ്റ്ററിൽ കരിയോയിൽ ഒഴിച്ചു അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും ഇല്ല. ഇനിയിപ്പോ നമ്മൾ ഇവിടുന്ന് ടൗൺ സെന്ററിലേക്ക് കയറുക കേട്ടോ. നമ്മൾ ഇവിടുന്ന് നേരെ ഇറങ്ങി ചെല്ലുമ്പോൾ ഇവിടുന്ന് ഒരു ഇറക്കാണ് താഴേക്ക്. ഇറങ്ങി ചെല്ലുമ്പോൾ കാണാനാണ് നമ്മുടെ ബസ് സ്റ്റാൻഡ്. അപ്പൊ ഇനി ബസ് സ്റ്റാൻഡിൽ അവിടുത്തെ വൈകുന്നേരത്തെ പ്രകടനങ്ങളും ശക്തി പ്രകടനങ്ങളും കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കാം. എല്ലാ പരിപാടികളും ബസ് സ്റ്റാൻഡിലേക്കാണല്ലോ സാധാരണ വരിക. നമ്മള് താഴേക്ക് ടൗൺ സെന്ററിലേക്ക് ഇറങ്ങി ചെല്ലണേ കേട്ടോ. ഇതാണ് ഇവിടുത്തെ ടൗൺ സെന്റർ. നേരെ കാണുന്നതാണ് നമ്മുടെ ബസ് സ്റ്റാൻഡ്. 1-2 ബസ് അവിടെ കിടപ്പുണ്ട്. വലിയ ട്രെയിലറിലൊക്കെ എന്തൊക്കെയോ സാധനങ്ങളൊക്കെ കൊണ്ടുപോയി. ഇതേ കാണുന്നതാണ് നമ്മുടെ ബസ് സ്റ്റാൻഡ്. ബസ് സ്റ്റാൻഡില് കലാശക്കൊട്ടില്ല, ഒച്ചപ്പാടില്ല, ബഹളമില്ല, ഒന്നുമില്ല. ഡെമോക്രാറ്റിക് കൺട്രിയാണ്. നാളെ രാവിലെയാണ് ഇലക്ഷൻ നടക്കണത്. അപ്പൊ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് ടൗൺ സെന്ററിന്റെ അകത്തേടെയാണ്.
ഇവിടുത്തെ ടൗണ് ഇങ്ങനെയൊക്കെയാണ്. റോഡിന്റെ സൈഡിലുള്ള കച്ചവടങ്ങളൊന്നും ഇല്ല. ഇനിയിപ്പോ നമ്മൾ നേരെ കാണുന്നതാണ് നമ്മുടെ പോലീസ് സ്റ്റേഷൻ. പോലീസ് സ്റ്റേഷനും പരിസരവും നാളെ ഇലക്ഷൻ നടക്കാൻ പോകുന്ന പോലീസ് സ്റ്റേഷനാണ്. ഈ ഏരിയയിലാണ് നാളെ ഇലക്ഷൻ ഉള്ളത്. ഈ രാജ്യത്തിന്റെ എല്ലായിടത്തും ഇങ്ങനെ തന്നെ. അപ്പൊ നമ്മുടെ ഈ ഏരിയ ഇതാണ്. ഇലക്ഷൻ നടക്കുന്നത് ഒരു പള്ളിയുടെ ഒരു കെട്ടിടത്തിലാണ് നടക്കുന്നത്. പഴയൊരു പള്ളിയായിരുന്നു. ആ പള്ളി മാറ്റി ആ പള്ളി ചേഞ്ച് ചെയ്തോടത്താണ് നാളെ ഇലക്ഷൻ നടക്കുന്നത്. നമ്മൾ ആ ഇലക്ഷൻ നടക്കുന്ന സെന്ററിലേക്കാണ് നമ്മളിപ്പോ പോയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. ഏതെങ്കിലും ഒരു റോട്ടിലൊരു തോരണങ്ങളോ ഒരു എന്താ പറയുക ഒച്ചപ്പാടോ ബഹളോ ചെണ്ടകൊട്ടോ അല്ലെങ്കിൽ റോഡ് ബ്ലോക്ക് ചെയ്തിട്ടുള്ള ഒരു പ്രകടനങ്ങളോ അങ്ങനെയുള്ള യാതൊരു വിധ സംവിധാനങ്ങളും ഇല്ല. അതൊന്നും പാടില്ല നിയമപരമായിട്ട്. ഇത് നമ്മുടെ ഒരു ഗ്രാമപ്രദേശം എന്ന് വേണമെങ്കിൽ പറയാം. ടൗണിൽ നിന്ന് നമ്മൾ ഇത്തിരി റെസിഡൻഷ്യൽ ഏരിയയിലേക്ക് മാറി. അപ്പൊ ഈ റെസിഡൻഷ്യൽ ഏരിയയിലും ആണെങ്കിൽ പോലും നമ്മൾ ഏതെങ്കിലും ഒരു എന്താ പറയാ വീടിന് ചുറ്റുമോ അല്ലെങ്കിൽ നമ്മുടെ ക്ലബിന് ചുറ്റുമോ അങ്ങനെയൊന്നുമില്ല. തോരണങ്ങളില്ല. തോരണങ്ങള് നാളെ ഇലക്ഷൻ നടക്കുന്ന എന്നുള്ള ഒരു ഇതുപോലും ആർക്കും അറിയത്തില്ലാത്തുള്ള രീതിയിലാണ് ഇപ്പൊ ഈ കാണുന്ന ഏരിയ ആണ് എന്റെ വീടും പരിസരങ്ങളും ഉള്ള ഏരിയ. നമ്മളിപ്പോ ഇവിടുന്ന് താഴേക്ക് പോകുമ്പോഴാണ് നമ്മള് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ താമസിക്കുന്നത്. അപ്പൊ നമ്മളിപ്പോ പോണ എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മളെ വോട്ട് ചെയ്യുന്ന സെന്റർ, ഇലക്ഷൻ വോട്ട് ചെയ്യുന്ന സെന്റർ ഒന്ന് കാണാൻ വേണ്ടിയിട്ടാണ്. നാളെ രാവിലെ ഇലക്ഷൻ നടക്കാൻ പോകുന്ന സെന്ററിൽ എന്തെല്ലാം സെറ്റപ്പ് ഇന്ന് അവർ ചെയ്തിട്ടുണ്ടെന്ന് അറിയണമല്ലോ. അപ്പൊ അതൊന്ന് പോയി കാണാന്ന് കരുതിയിട്ട് നമ്മളിപ്പോ ഇവിടുന്ന് എന്തായാലും കുറച്ചുകൂടെ അവിടെ വരെ ഒന്ന് മുന്നോട്ട് പോയിട്ട് തിരിച്ചു വരാം കേട്ടോ. നാളെ വോട്ട് ചെയ്യാൻ പോകുന്ന സെന്റർ ഈ കാണുന്ന സ്ഥലത്തുനിന്ന് നമ്മള് വലത്തോട്ടേക്ക് കേറി നമ്മള് ഇവിടുന്ന് നമ്മള് വലത്തോട്ടേക്ക് വീണ്ടും കേറി ഈ സ്ഥലമാണ്. ഇവിടെയാണ് നമുക്ക് നാളെ വോട്ട് ചെയ്യാൻ വരാനുള്ളത് കേട്ടോ. അപ്പൊ വോട്ട് ചെയ്യാൻ നമ്മൾ പോകുമ്പോൾ നമുക്ക് അവിടെ നമ്മുടെ കയ്യിൽ മാർക്ക് ചെയ്യാനായിട്ട് മഷിയോ അങ്ങനെയുള്ള സംഭവം കള്ള വോട്ട് അത് ഇതെന്നുള്ളതൊന്നും ഇല്ല. ഒരാളുടെ പേരിൽ ഒരാൾക്ക് ഒരു വോട്ടേ ചെയ്യാൻ പറ്റുള്ളൂ. വേറെ രണ്ടാമത്തെ വോട്ട് മൂന്നാമത്തെ വോട്ട് അങ്ങനെയുള്ള ഒരു സമ്പ്രദായങ്ങളൊന്നും ഇല്ല. ജസ്റ്റ് നമ്മൾ അവിടെ ചെന്ന് നമ്മുടെ ഫോട്ടോ ID നമ്മൾ കാണിച്ചു കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ അവർ നമുക്കൊരു പേപ്പർ തരും, സ്ലിപ്പ്, ബാലറ്റ് പേപ്പർ. നമ്മുടെ നാട്ടിൽ നമ്മൾ ഒരു കാലത്ത് കുത്താറുണ്ടല്ലോ, അതുപോലെയുള്ള സ്ലിപ്പ് തരും, ഒരു പെന്നും തരും. നമുക്ക് അതിൽ ഇങ്ങനെ ക്രോസ് മാർക്കിങ് ചെയ്യാം. അതിൻ്റെ അകത്തൊരു കോളത്തിൽ ആർക്കാണ് നമ്മൾ വോട്ട് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ റൈറ്റ് സൈഡിലുള്ള സ്ഥലത്ത് നമ്മളിങ്ങനെ ഒരു ഇൻറ്റു മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് ബാലറ്റ് പേപ്പറിലുള്ള വോട്ടിംഗ് ആണ് ഈ രാജ്യത്ത് ഇപ്പോഴും ഉള്ളത്. അപ്പോൾ നമ്മളൊന്ന് ആലോചിച്ച് നോക്കി, നമ്മുടെ രാജ്യത്ത് ഇത്രയും ഇതായി നമ്മൾ എന്താ പറയുക ഡെമോക്രസിയുടെ ലോകത്ത് തന്നെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഇലക്ട്രോണിക് EVM തട്ടിപ്പുകളെ കുറിച്ചും EVM ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനെ കുറിച്ചൊക്കെ കോരം നമ്മൾ ചെയ്യുമ്പോഴും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സത്യസന്ധമായിട്ടുള്ള ഒരു കൗണ്ടിങ് പ്രക്രിയ, ഇന്ന വ്യക്തിക്ക് വോട്ട് ചെയ്തു ഇന്ന വ്യക്തിക്ക് വോട്ട് ചെയ്തു എന്ന് വോട്ട് ചെയ്ത് ചെയ്യുന്ന ഒരു രീതിയാണ് ഇപ്പോഴും ഈ രാജ്യത്ത് നിലവിലുള്ളതെന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ അത്രയും പറഞ്ഞത് കേട്ടോ. നമുക്ക് ഒരു പ്രക്രിയയോടും എതിർപ്പൊന്നുമില്ല. എല്ലാം നല്ലതിനാണെങ്കിൽ നല്ലതിന്,
എന്നുള്ളൊരു ഇൻഫർമേഷൻ തരാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞത്. എന്തായാലും പുതിയ ഇലക്ഷൻ വരുന്നു, പുതിയ പാർട്ടികൾ വരുമെന്നുള്ള പ്രതീക്ഷയിലാണ് ഇവിടുത്തെ ജനങ്ങളെല്ലാം. ആര് വന്നു കഴിഞ്ഞാലും സാധാരണക്കാരനായിട്ടുള്ള ജനങ്ങൾക്ക് നല്ല സർവീസുകൾ കിട്ടണം എന്ന് തന്നെയാണ് ഇവിടെയുള്ള ഓരോ ജനങ്ങൾക്കും ആഗ്രഹം. കാരണം ബസ് സർവീസ്, ട്രെയിൻ സർവീസ്, പിന്നെ കൃഷി സഹായങ്ങള്, അങ്ങനെ അതുപോലെ തന്നെ ബില്ലുകള്. ഇവിടുത്തെ ജനങ്ങൾ ഏറ്റവും കൂടുതൽ വറീഡ് ആവുന്ന കാര്യങ്ങളാണ് എനർജി ബില്ല്, അതുപോലെ തന്നെ ഫുഡ് ഐറ്റത്തിന്റെ പ്രൈസ് ഹൈക്ക് ചെയ്ത് പോകുന്നത്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ ഏത് പാർട്ടി വന്നാലാണ് കുറവ് വരിക? ഇപ്പോൾ കഴിഞ്ഞ എത്രയോ വർഷങ്ങൾക്ക് ശേഷം 1997 ശേഷം ഇവിടെ ലേബർ പാർട്ടി അധികാരത്തിൽ വന്നിട്ടില്ല. അപ്പോൾ മറ്റേ പാർട്ടി ഇത്രയധികം വർഷം ഭരിച്ചു മുടിച്ചു എന്നുള്ളൊരു രീതിയിലാണ് ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് ഇവിടെ ഉള്ളത്. അതുകൊണ്ട് ചിലപ്പോൾ ഒരുപക്ഷെ ഋഷി സുനക്കിന്റെ പാർട്ടി തോൽക്കാൻ ചാൻസ് ഉണ്ട്. നാളെയാണ് ഇലക്ഷൻ ഡേറ്റ്. ഇലക്ഷൻ കാൻഡിഡേറ്റ് ആരാന്നറിയാൻ വേണ്ടിയിട്ട് നമുക്ക് അതുപോലും അറിയില്ലായിരുന്നു. നമ്മൾ വെബ്സൈറ്റ് സെർച്ച് ചെയ്യാന്നുള്ളതാണ് ഏറ്റവും. നമ്മുടെ പോസ്റ്റ് കോഡ് അടിച്ചിട്ട് നമ്മുടെ ഏരിയയിലുള്ള ഇലക്ഷനുള്ള മെമ്പർ ഓഫ് പാർലമെന്റ് കാൻഡിഡേറ്റ് ഏതെല്ലാം പാർട്ടിയുടെ ആരൊക്കെയാണെന്ന് നമുക്ക് സൈറ്റിൽ നിന്ന് അറിയാൻ പറ്റും. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ ഇന്നലെ വീട്ടിലൊരു പേപ്പർ, ഒരു സ്ലിപ്പ് കൊണ്ട് ഇതാണ് നമ്മുടെ ലേബർ പാർട്ടിയുടെ കാൻഡിഡേറ്റ് എന്ന് പറഞ്ഞിട്ട് അവരൊരു സ്ലിപ്പ്, ഒരു കുഞ്ഞു കഷ്ണം A4 ഒന്നും ഇല്ല, നമ്മുടെ നാട്ടിലെ പോസ്റ്റ് കാർഡിന്റെ അത്ര ഉള്ള ഒരു സൈറ്റിൽ കാർഡ് അവരുടെ ഫോട്ടോയും വെച്ചിട്ട് അവർ കൊണ്ടുവന്ന് തന്നിട്ട് പറഞ്ഞു, ഇതാണ് ലേബറിന്റെ കാൻഡിഡേറ്റ്, നിങ്ങൾ വോട്ട് ചെയ്യണം, കൺസർവേറ്റീവ്സ് നമ്മളെ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടിക്കുകയാണല്ലോ, നിങ്ങൾക്ക് അറിയാലോ എന്നൊക്കെ പറഞ്ഞിട്ട് അവർ പറഞ്ഞു. അപ്പോൾ ആ ഒരു കാർഡ് കൊണ്ടുവന്ന് തന്ന പുള്ളിക്കാരനോട് ഞാൻ ചോദിച്ചു, എന്തൊക്കെയാണ് ലേബർ പാർട്ടിയുടെ വാഗ്ദാനങ്ങളെന്ന് ചോദിച്ചു. തെരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങൾ ഉണ്ടാവില്ല. അപ്പൊ പുള്ളിക്കാരൻ സ്നേഹത്തോടുകൂടി പറയാണ്, സിബി മാനിഫെസ്റ്റോ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് പാർട്ടിയുടെ, ജസ്റ്റ് അതിൽ പോയിട്ട് അത് റീഡ് ചെയ്ത് മനസ്സിലാക്കിക്കോളൂ, അതാണ് മാനിഫെസ്റ്റോ, അല്ലാതെ പ്രിന്റ് അടിച്ച് കൈ കൊണ്ടൊന്നും തരില്ല. പറഞ്ഞതെന്ന് വെച്ചാൽ പൈസ അതിനൊന്നും വേണ്ടിയിട്ട് മുടക്കാൻ ഇവിടെയുള്ള ഒരു നേതാവിന്റെ കയ്യിലും ഇല്ല. നേതാക്കന്മാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിസിനസ്സുകാരാണ്, ഇവിടെയുള്ള ജോലിക്കാര്, കൂലിപ്പണിക്കാര് അങ്ങനെയുള്ളവരൊന്നും അല്ല ഇലക്ഷൻ നിൽക്കുന്നത്. വലിയ വലിയ വൻ ബിസിനസ് മാഗ്നറ്റുകളാണ് കാൻഡിഡേറ്റ്സ് ആയിട്ട് നിൽക്കുന്നത്. അവർക്ക് ഇത്രയധികം ക്യാപിറ്റൽ അവരുടെ കയ്യിലുണ്ട്. പൈസ ഉണ്ടായാലേ ഇലക്ഷനിൽ നിൽക്കാൻ പറ്റുള്ളൂ. രാഷ്ട്രീയ തൊഴിലല്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. രാഷ്ട്രീയം എന്ന് പറഞ്ഞത് അവരൊരു സർവീസിന് വേണ്ടിയിട്ടാണ്. അവരുടെ കുറേ വിഷനുകൾ ജനങ്ങൾക്ക് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അവരുടെ കുറേ കാഴ്ചപ്പാടുകൾ, നല്ല നല്ല കാഴ്ചപ്പാടുകൾ ജനങ്ങൾക്ക് യൂസ്ഫുള്ളായിട്ട് വരുത്താൻ വേണ്ടിയിട്ട് അവരൊരു മാർഗത്തിന് വേണ്ടിയിട്ടാണ് രാഷ്ട്രീയത്തിനെ അവർ കാണുന്നത് കേട്ടോ. എനിവേ, ആധികാരികമായിട്ട് സത്യമാണോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ കണ്ടില്ലേ വീഡിയോ ഒക്കെ, പ്രചരണങ്ങൾ നിങ്ങൾ കണ്ടില്ലേ, തോരണങ്ങൾ നിങ്ങൾ കണ്ടില്ലേ. എനിവേ, ലണ്ടൻ വിശേഷങ്ങളിൽ മറ്റൊരു വിശേഷമായിട്ട് വീണ്ടും കാണാം. അതുവരെ എല്ലാവരോടും ബൈ ബൈ. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ എല്ലാവരോടും വീണ്ടും